അവളുടെ ഈ സംശയം കേട്ടിട്ട് അവന് ചിരി വരുന്നുണ്ട്. എന്നാലും അത് അടക്കി പിടിച്ചിട്ട്, നീ എന്തായാലും ആ ഹൈ ലെവൽ എത്തുന്നതിനൊക്കെ ഒരുപാട് താഴെയല്ലേ, അതുകൊണ്ട് അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞ് തൽക്കാലം അവളെ ആശ്വസിപ്പിക്കുന്നു. എന്തായാലും കൾട്ടിവേഷൻ ചെയ്യാൻ തനിക്കും കഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലായിരിക്കും എന്ന് കരുതി അവളും ആശ്വസിക്കുന്നുണ്ട്. ആരെയോ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാതെയാണല്ലോ ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണവും അവൾ അന്വേഷിക്കുന്നുണ്ട്. അവൾ വയറ് നിറയെ കഴിച്ചതുകൊണ്ട് ബ്ലഡ് കാണുമ്പോൾ വൊമിറ്റ് ചെയ്താലോ എന്ന് പേടിച്ചാണ് കൊല്ലുന്ന ആരും ഒഴിവാക്കിയതെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ തൻ്റെ കാര്യത്തിൽ നന്നായി കെയർ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോകുന്നു. പുറമേ ഭയങ്കര ഗൗരവക്കാരനാണെങ്കിലും ആള് നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ അവൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവൻ്റെ പേര് ശരിക്കും സിമാജിയാവോ എന്നല്ല വേണ്ടത്, സിമാ സ്വീറ്റി എന്നാണ് എന്നൊക്കെ ഓർത്ത് അവൾ ചിരിക്കുകയും ചെയ്യുന്നു. അവൾ ഇങ്ങനെ തനിച്ചിരുന്ന് ചിരിക്കുന്നതിൻ്റെ കാരണം അവൻ ചോദിക്കുന്നു. പക്ഷെ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മതിയാക്കാൻ അവൻ പറയുന്നു. അവൻ ആ വിരുന്നിന് ചെന്ന് സ്പിരിറ്റ് വെയിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ടിയാൻ വുയോവും അറിയുന്നുണ്ട്. ശരിക്കും അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്. എന്തായാലും അവൻ്റെ ശ്രമം വിജയിക്കുന്നു. അങ്ങനെ അയാൾ അതിനെപ്പറ്റി അറിയുന്നു. അവൻ്റെ വംശത്തിൻ്റെ സ്പിരിറ്റ് വെയിനുകൾ ഉപയോഗിച്ചാണ് അയാളുടെ കൾട്ടിവേഷൻ കൂടിയത് എന്നാണല്ലോ സിമാജിയാവോയുടെ സംശയം. അതൊന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പരത്തിയത്. സ്പിരിറ്റ് വെയിനുകളുടെ സഹായത്തോടെ ഇയാളുടെ കൾട്ടിവേഷൻ ഇപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ സിമാജിയാവോയുടെ ഈ ഒരു പ്രചരണം കാരണം തന്നെ അവസാനത്തെ ലെവലിലേക്ക് പ്രവേശിക്കാനിരുന്ന ടിയാൻ വുയോ ആ തീരുമാനം കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. അവൻ്റെ വംശത്തിൽ വേറെയും ശിഷ്യന്മാർ സ്പിരിറ്റ് വെയിനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവരെ വാച്ച് ചെയ്ത് സിമാജിയാവോ ഈ പറഞ്ഞതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം മാത്രം തൻ്റെ ശക്തി ഉപയോഗിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ അയാളുടെ തീരുമാനം. അയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കാൻ പോകുന്നതെന്ന് സിമാജിയാവോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവൻ വേറെ ചില പണികൾ ഒപ്പിക്കുന്നുണ്ട്. അയാളുടെ സെക്റ്റിലെ ചില ശിഷ്യന്മാരെ രഹസ്യമായി പിടികൂടി തൻ്റെ മാജിക് ഉപയോഗിച്ച് അവർക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആക്കുന്നു. സ്പിരിറ്റ് വെയിനുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ശിഷ്യന്മാരായിരുന്നു അവർ. അത് മാത്രമല്ല ഈ ടിയാൻ വുയുവിനെ പോലെ തന്നെ അവരും കൾട്ടിവേഷൻ്റെ ഹയസ്റ്റ് ലെവൽ അടുക്കാറായിരുന്നു. അതുകൊണ്ട് സ്പിരിറ്റ് വെയിനുകളുടെ ഉപയോഗം കാരണമാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ടിയാൻ വുയു തെറ്റിദ്ധരിക്കുന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സിമാജിയാവോയോട് ക്ഷമ ചോദിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. പക്ഷേ അയാൾക്ക് നേരിട്ട് അതിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സെക്ട് ലീഡറായ ഷിയുടെ അടുത്ത് നിന്ന് തന്നെ സഹായിക്കണമെന്ന് അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഷിയുടെ വലം കൈയാണല്ലോ ഈ ടിയാൻ വുയോ, അതുകൊണ്ട് ഷിക്ക് അയാളെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ അയാളെ സഹായിക്കാമെന്ന് ഷി സമ്മതിക്കുന്നുണ്ട്. ടിയാൻ വുയുവിന് വക്കാലത്തുമായി ഷി തൻ്റെ അടുത്തേക്ക് വരുമെന്ന് സിമാജിയാവോയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം ഷി കാണാൻ വന്നിട്ട് അവൻ കാണാനുള്ള പെർമിഷൻ നൽകുന്നില്ല. പകരം അവൻ ടിയാൻ വുയുവിൻ്റെ അടുത്ത് നിന്ന് അയാളെ ഡീൽ ചെയ്യാൻ തുടങ്ങുന്നു. അവൻ ചെല്ലുന്ന സമയത്ത് സെക്റ്റിലെ മറ്റൊരു ശിഷ്യൻ തന്നെ ടിയാൻ വുയുവിനെ ആക്രമിക്കുകയായിരുന്നു. അയാൾ കാരണമാണല്ലോ അവരെല്ലാം സ്പിരിറ്റ് വെയിനുകൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഈ ദുരന്തത്തിന് കാരണക്കാരൻ അയാളാണ് എന്ന് പറഞ്ഞാണ് അവിടുത്തെ തന്നെ മറ്റൊരു ശിഷ്യൻ അയാളെ ആക്രമിച്ചത്. പക്ഷേ ആ ശിഷ്യന് അയാളുടെ അത്ര കൾട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്നെ വിജയിക്കുന്നു. ഈ സമയത്താണ് സിമാജിയാവോ അങ്ങോട്ടേക്ക് ചെന്നത്. സിമാജിയാവോ അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അയാൾ തിരിച്ച് എതിർത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവനേക്കാൾ താഴെയാണ് അയാളുടെ കൾട്ടിവേഷൻ ലെവൽ. വേണമെങ്കിൽ അയാൾക്ക് അവസാനത്തെ കൾട്ടിവേഷൻ ലെവലിലേക്ക് പ്രവേശിച്ച് അവനെതിരായി കൂടുതൽ ശക്തിയോടെ ഫൈറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്പിരിറ്റ് വെയിനുകൾ ഉപയോഗിച്ചത് കാരണം തനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന പേടിയുള്ളതുകൊണ്ട് അയാൾ അതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ അവസാനം സ്പിരിറ്റ് വെയിനുകൾ താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് സിമാജിയാവോയുടെ മുന്നിൽ സമ്മതിക്കേണ്ടി വരുന്നു. അതിനുള്ള പണിഷ്മെൻറ്റ് അയാൾ സ്വന്തമായി തന്നെ ചെയ്യാൻ സിമാജിയാവോ ആവശ്യപ്പെടുന്നു. അങ്ങനെ അയാൾ സ്വന്തം ശരീരം പല ഭാഗങ്ങളിലായി വെട്ടി മുറിവേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിക്കേറ്റ് അയാൾ താഴെ വീട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ സ്പിരിറ്റ് വെയിന് ഒരു കുഴപ്പവുമില്ല, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള സത്യം അവൻ തുറന്നു പറയുന്നത്. പക്ഷെ അവനങ്ങനെ തുറന്നു പറഞ്ഞിട്ട് പോലും അയാളത് വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നേരിട്ട് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞ് അവൻ വീണ്ടും അറ്റാക്ക് ചെയ്തപ്പോൾ അയാൾ അവനെതിരായി ആ കൾട്ടിവേഷൻ കൂടി ഉപയോഗിക്കുന്നു. അപ്പോഴാണ് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമാവുന്നത്. പക്ഷേ അയാൾ ഇപ്പോഴൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് സിമാജിയാവോ വന്നിരിക്കുന്നത്. അന്ന് ആ ആണികൾ അവൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റിയത് ഇയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നതിന് വേണ്ടി അവൻ ആ ആണികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പുറത്തെടുത്ത് അവൻ അതെല്ലാം കൂടി അയാളുടെ ശരീരത്തിലേക്ക് തറയ്ക്കാൻ ഒരുങ്ങുന്നു. നിനക്ക് സ്പിരിറ്റ് ഫയറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നിൻ്റെ ജീവനൊന്നും സംഭവിച്ചില്ല, പക്ഷേ എൻ്റെ ശരീരത്തിന് ഇത് താങ്ങാനുള്ള ശേഷിയില്ല എന്ന് അയാൾ പറഞ്ഞെങ്കിലും സ്പിരിറ്റ് ഫയറിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും അന്ന് ഞാൻ അനുഭവിച്ച വേദന നീയും അറിയണമെന്ന് പറഞ്ഞ് സിമാജിയാവോ ആ ആണികൾ അയാളുടെ ശരീരത്തിലേക്ക് തറച്ചു കയറ്റുന്നു. അതോടെ അയാൾ മരിക്കുന്നു. അങ്ങനെ അവൻ ഒരു കടം കൂടി വീട്ടിയിരിക്കുകയാണ്. ടിയാൻ വുയോ മരിച്ച വിവരം അധികം വൈകാതെ ഷീ അറിയുന്നുണ്ട്. ഷീ നേരത്തെ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി സിമാജിയാവോയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നെങ്കിലും അവൻ കാണാനുള്ള പെർമിഷൻ നൽകിയില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ടിയാൻ വുയോയെ കൊന്നത് മനഃപൂർവ്വമാണ് എന്ന് ഷീക്ക് മനസ്സിലാവുന്നു. അതോടെ ഇത്രയും കാലത്തെ അഭിനയമൊക്കെ മതിയാക്കി ശരിക്കും സിമാജിയാവോയ്ക്ക് എതിരായി ഫൈറ്റ് ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിക്കുന്നു. ബാക്കിയുള്ള പാലസ് ഹെഡുകളെല്ലാം അയാൾ വിളിച്ചു കൂട്ടുന്നുണ്ട്.
പുതിയതായി ചാർജ് എടുത്ത റൂലിങ്ങും അക്കൂട്ടത്തിലുണ്ട്. മുമ്പ് സിമാജിയാവോ ഇന്നിനെ കൊന്നപ്പോൾ അത് പഴയ വൈരാഗ്യം തീർക്കാനായിരിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ ടിയാൻ മുയയോട് അവനുള്ള വൈരാഗ്യം എന്താണെന്ന് അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരപരാധിയായ ടിയാൻ മുയയെ കൊന്നിരിക്കുന്നുവെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ തങ്ങളുടെ ജീവനും അപകടത്തിലാണ് എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷീ ഈ അവസരം നന്നായി മുതലെടുക്കുന്നുണ്ട് അവരോട് സിമാജിയാവയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഷീ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഒരു പാലസ് ഹെഡ് കൂടി മരിച്ചിരിക്കുന്നു. പോരാത്തതിന് പുതിയതായി ചാർജ് എടുത്തിരിക്കുന്ന ആ റൂളിംഗ് ഇവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സിമാജിയാവോയ്ക്കെതിരായി ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഒരു പാലസ് ഹെഡ് അറിയിക്കുന്നു. താൻ കൂടി അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഷീ പറയുന്നുണ്ട്. അതോടെ കുറച്ചുപേർ അതിന് തയ്യാറാവുന്നു. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരു പാലസ് ഹെഡ് റൂളിങ്ങിൻ്റെ അഭിപ്രായം എന്താണെന്ന് അവളോട് ചോദിച്ചത്. അവൾക്ക് ശരിക്കും ഡയറക്റ്റായിട്ട് ഇങ്ങനെ സിമാജിയാവോയെ ഇപ്പോൾ എതിർക്കണമെന്നില്ല. പക്ഷേ നേരിട്ട് ഇവരോട് ആ കാര്യം പറയാനും പറ്റില്ല. അതുകൊണ്ട് തനിക്ക് ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന തിങ്ങ്യാൻ്റെ പാലസ് ഹെഡിന് ഇക്കാര്യത്തിൽ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ തൽക്കാലം എസ്കേപ്പ് ആവുന്നു. തിങ്ങ്യാൻ്റെ പാലസ് ഹെഡ് എന്ന് പറഞ്ഞാൽ തിങ്ങ്യാൻ്റെ മാസ്റ്ററിൻ്റെ ബ്രാഞ്ചൊക്കെ ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തിങ്ങ്യാൻ്റെ പാലസ് ഹെഡാണെന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തിന് സിമാജിയാവോയെ ഇപ്പോൾ എതിർക്കണമെന്ന് ഒട്ടും ഉദ്ദേശമില്ല. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ബാക്കി പാലസ് ഹെഡുകളൊക്കെ സിമാജിയാവോയുടെ വംശത്തിൻ്റെ ബ്ലഡ് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അത് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സിമാജിയാവോ തന്നെ ശത്രുവായി കരുതില്ല എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു ഫൈറ്റിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അദ്ദേഹം ബ്ലഡ് കുടിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർവികരൊക്കെ ബ്ലഡ് കുടിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ആ പാവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോരാത്തതിന് തിങ്ങ്യാൻ സിമാജിയാവോയുടെ ഇഷ്ടം പിടിച്ചു പറ്റിയതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ ഫൈറ്റിന് തയ്യാറാവാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പാലസ് ഹെഡ് ഷീയുടെ നീക്കങ്ങൾ വാച്ച് ചെയ്യാനായി സിമാജിയാവോ സ്നേക്കിനെ ഏൽപ്പിച്ചിരുന്നതിനാൽ ഈ വിവരങ്ങൾ അപ്പോൾ തന്നെ സ്നേക്ക് അവൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിങ്ങ്യാൻ്റെ പാലസ് ഹെഡ് അവനെതിരായി നിൽക്കാൻ വിസമ്മതിച്ചതും റൂളിങ്ങും ഒരു അഭിപ്രായം ഇതുവരെ അറിയിച്ചിട്ടില്ലാത്തതുമൊക്കെ സ്നേക്ക് അവനെ അറിയിക്കുന്നു. മാത്രമല്ല ഷീയുടെ കൾട്ടിവേഷൻ ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും സ്നേക്ക് അറിയിക്കുന്നുണ്ട്. മിക്കവാറും അയാളുടെ കൾട്ടിവേഷൻ തൻ്റെ ലെവൽ തന്നെ എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത എന്ന് സിമാജിയാവോ പറയുന്നു. തിങ്ങ്യാൻ്റെ പാലസ് ഹെഡിൻ്റെ പേര് യുവാൻഷനാണ്. അദ്ദേഹത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ഷീ എന്തെങ്കിലും കുബുദ്ധി പ്രയോഗിക്കാതിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ വാച്ച് ചെയ്യാൻ സിമാജിയാവോ സ്നേക്കിന് നിർദ്ദേശം നൽകുന്നു. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ യുവാൻഷനെതിരായിട്ടുള്ള നീക്കങ്ങൾ ആലോചിക്കുകയായിരുന്നു ഷീ ഈ സമയം. ഈ യുവാൻഷനിൻ്റെ മകനാണ് തിങ്ങ്യാനെ എപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന യുവാൻഷാൻ. ആ യുവാൻഷാങ്ങിനെ കൊന്ന ആ കുറ്റം സിമാജിയാവോയുടെ തലയിൽ വെക്കുകയാണെങ്കിൽ യുവാൻഷാൻ തങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് ഷീ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. തിങ്ങ്യാന് അടുത്ത ദിവസം ഒരു സീക്രട്ട് ലെറ്റർ കിട്ടുന്നു. ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരെഴുതിയതാണെന്നൊന്നും അതിലില്ലായിരുന്നു. അത് കണ്ടിട്ട് ഏതോ പെൺകുട്ടികൾ എഴുതിയതുപോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആരായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇനി ശരിക്കുള്ള ഈ തിങ്ങ്യാൻ്റെ എക്സ് ലവർ വല്ലതും ആയിരിക്കുമോ എന്ന് അവൾക്ക് സംശയമായത്. അങ്ങനെയാണെങ്കിൽ ഇനി അയാളെ കൂടി ഡീൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോവുകയേ വേണ്ട എന്ന് അവൾ തീരുമാനിക്കുന്നു. ശരിക്കും യുവാൻഷനായിരുന്നു ആ കത്ത് എഴുതിയത്. അവൾ പറഞ്ഞ സമയത്ത് എത്തും എന്ന് കരുതി അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും അവളെ കാണാത്തതുകൊണ്ട് അവളെ അനുസരണ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവൻ മുമ്പത്തെ പോലെ ആ ആയുധം പ്രയോഗിക്കാൻ തുടങ്ങുന്നു. അതോടെ തിങ്ങ്യാന് അസഹനീയമായ വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അവിടെ വേറെ മനുഷ്യരാരുമില്ലല്ലോ. അതുകൊണ്ട് ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് മാസ്റ്റർ കണ്ടെത്തുന്നതാണ് നല്ലതെന്ന് തോന്നി അവൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് സിമാജിയാവോയെ അന്വേഷിച്ച് ഇറങ്ങി നടക്കുന്നുണ്ട്. അവൻ ആ സമയത്ത് കുളിക്കുകയായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് കുളത്തിൻ്റെ അടുത്തേക്കാണ് അവൾ പോയത്. പക്ഷേ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ അവൾ കാൽ വഴുതി അതിനുള്ളിലേക്ക് വീഴുന്നു. അവൻ വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴേക്കും അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. കാര്യമെന്താണെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സാധാരണഗതിയിൽ അവൻ്റെ ബ്ലഡ് കൊണ്ട് അവളുടെ വയറുവേദന എപ്പോഴേ മാറേണ്ടതാണ്. പിന്നെയും ഇവൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. മുമ്പത്തെ പോലെ കയ്യിലൊരു മുറിവുണ്ടാക്കി അവൻ ബ്ലഡ് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തവണ അവൾക്കത് വലിച്ചെടുക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റുന്ന കണ്ടീഷൻ അല്ലായിരുന്നു. അങ്ങനെ കുറേ തവണ ശ്രമിച്ചിട്ടും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നിയപ്പോൾ അവൻ കയ്യിൽ വലിയൊരു മുറിവുണ്ടാക്കി ആദ്യം ബ്ലഡ് അവൻ്റെ വായിലേക്ക് ആക്കിയിട്ട് പിന്നീട് അത് അവളുടെ വായിലേക്ക് പകർന്നു കൊടുക്കുന്നു. കുറേ തവണ അവനങ്ങനെ ചെയ്യുന്നുണ്ട്. അവൾ ഓക്കെ ആയി എന്ന് തോന്നിയപ്പോഴാണ് അവനത് മതിയാക്കിയത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എല്ലാവരെയും കൊന്നിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് പലതവണ ഒരാളെ രക്ഷിക്കുന്നത്. എന്നിട്ട് നിന്നെക്കൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലോ എന്നൊക്കെ അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇത്രയും ചെയ്തത് കൂടാതെ അവൻ തൻ്റെ ആ ഫ്ലവറിൻ്റെ ഒരു ഇതൾ കൂടി അവളുടെ ഉള്ളിലേക്ക് ആക്കുന്നു. അത് ഉള്ളിലേക്ക് എത്തിയപ്പോൾ തിങ്ങ്യാൻ അവളുടെ ഉപബോധ മനസ്സിൽ ഉണരുന്നുണ്ട്. അവിടെ ആകെ ഇരുൾ മൂടിക്കിടക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒരു ഫിഷ് അവൾക്ക് ചുറ്റുമായി വട്ടം ചുറ്റുന്നുണ്ട്. എവിടെയാണെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഒരു പൂവ് അവിടേക്ക് വന്നതും അവിടെ മുഴുവൻ പ്രകാശം വരുന്നതും. അങ്ങനെ ഇരുണ്ട് മൂടിയിരുന്ന ആ സ്ഥലം പെട്ടെന്ന് ആകെ പച്ചപ്പ് നിറഞ്ഞ് വളരെ മനോഹരമാവുന്നുണ്ട്. അതോടെ അവൾക്ക് നല്ല റിലാക്സേഷനും ഫീൽ ചെയ്യുന്നു. ശരിക്കും ഇത് അവളുടെ സോൾ മാനറാണ്. അക്കാര്യം അവൾക്കറിയില്ല.
അങ്ങനെ റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ അവൾ ഉണരുന്നു. ഉണർന്നപ്പോഴാണ് സിമാജിയാവോയ്ക്കൊപ്പം കിടന്നാണ് താൻ ഉറങ്ങുന്നതെന്ന് അവൾ അറിയുന്നത്. അവൻ്റെ ഒപ്പം എങ്ങനെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പുറത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നത്. പക്ഷെ പുറത്തൊന്നും പ്രത്യേകിച്ച് ആരുമുണ്ടായിരുന്നില്ല. അവളുടെ കൾട്ടിവേഷൻ ഇപ്പോൾ കൂടിയതുകൊണ്ട് ഒരുപാട് ദൂരെയുള്ള ശബ്ദങ്ങൾ പോലും അവൾക്ക് കേൾക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല നല്ല സ്ട്രോങ് ആയതുപോലെയും അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ഈ വിവരം പറയുന്നതിന് വേണ്ടിയിട്ട് അവനെ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നു. പക്ഷേ അവൾ കുറേ തവണ വിളിച്ചിട്ടും അനക്കമൊന്നുമില്ല. അവനെന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് കരുതി അവൾ ജീവനുണ്ടോ എന്ന് മൂക്കിൻ്റെ അടുത്ത് നിന്ന് കൈകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ശ്വാസം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. അവൻ്റെ നെഞ്ചിൽ ആ ആണി തറച്ച പാടുകൾ അവൾക്ക് കാണാവുന്ന വിധത്തിലായിരുന്നു. അതുകൊണ്ട് അവളത് ഒന്നുകൂടി നന്നായി ചെക്ക് ചെയ്യുന്നു. എത്രത്തോളം വേദന അവൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് നല്ല വിഷമം തോന്നുന്നു. ആ സമയത്താണ് അവൻ്റെ കയ്യിൽ പുതിയൊരു മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അവൾ ആദ്യം അമ്പരക്കുന്നു. പിന്നീടാണ് തനിക്ക് വയറുവേദന എടുത്തതിനെ പറ്റിയൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നത്. തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ബ്ലഡ് നൽകിയതായിരിക്കും എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് അവനിങ്ങനെ ഉറങ്ങുന്നതെന്നും അവൾ ഊഹിക്കുന്നു. അവൻ്റെ ബ്ലഡ് ഒരുപാട് കുടിച്ചതുകൊണ്ടായിരിക്കണം തനിക്കിപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി തോന്നുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും അവനിപ്പോൾ തൻ്റെ ബോസ് ആണെങ്കിലും എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ഈ സ്വഭാവം വെച്ച് താൻ ഇവിടെ നിൽക്കില്ലായിരുന്നല്ലോ. എന്നിട്ടും ഒരുപാട് തവണ ഇപ്പോൾ അവൻ തൻ്റെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് കുറച്ച് വിഷമം ഫീൽ ചെയ്യുന്നു. അവൻ്റെ നെഞ്ചിലെ മുറിവുകളും ഇതുവരെ ശരിക്കും ഉണങ്ങിയിട്ടില്ലല്ലോ. എന്തായിരിക്കും ഇങ്ങനെയെന്ന് അവൾ അതിൽ തൊട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അവൻ ഉറക്കമാണ് എന്ന് കരുതിയാണല്ലോ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് എൻ്റെ ശരീരം വ്യത്യസ്തമാണ്, മുറിവുകൾ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അവൻ മറുപടി നൽകുന്നുണ്ട്. ഇത് അവൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ, ഇതെന്തിനാണ് എന്നോട് പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ഒരു മുറിവ് എന്നെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റിരിക്കുന്നു. എങ്ങനെയാണ് തൻ്റെ വേദന മാറ്റിയതെന്ന് അവൾ ചോദിച്ചപ്പോൾ ബ്ലഡ് നൽകിയെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. എങ്ങനെയാണ് നൽകിയതെന്നൊന്നും അവൻ പറയുന്നില്ല. ആ പൂവിൻ്റെ ഇതൾ ഒരെണ്ണം അവൾക്ക് നൽകിയ കാര്യവും അവൻ പറയുന്നുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമേ തിങ്ങാനുള്ളൂ. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവൻ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ചിട്ട് നിൻ്റെ കൾട്ടിവേഷൻ ലെവൽ ഇപ്പോൾ ഒരുപാട് കൂടിയല്ലോ, അതുകൊണ്ട് നിനക്കെന്നെ കൊല്ലണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ അപ്പോൾ നിനക്ക് കൂടുതൽ കൾട്ടിവേഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്കെന്നെ വിട്ട് പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴും അവൾ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. മൂന്നാമത്തേന് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കാരണം മുമ്പ് ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ നിന്ന് പോകണമെന്നായിരുന്നല്ലോ അവളുടെ ആഗ്രഹം. പക്ഷേ എന്താണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും സിമാജിയാവോ ഹാപ്പിയായി അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. ഇന്ന് എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൾ പിന്നെ ശല്യപ്പെടുത്തുന്നില്ല. അവളുടെ കൾട്ടിവേഷൻ ലെവൽ ഇപ്പോൾ ഒരുപാട് കൂടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ സോളിനെ പുറത്തൊക്കെ പറഞ്ഞു വയ്ക്കാൻ സാധിക്കും. അങ്ങനെ പുതിയതായി കിട്ടിയ ഈ കഴിവ് അവൾ നന്നായി എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പാലസ് വിട്ട് കുറേ ദൂരം അവൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് തൻ്റെ മാജിക് കൊണ്ട് അവളെ തിരികെ കൊണ്ടുവരുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവൾ കണ്ണു തുറന്നപ്പോൾ അവൻ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്, ഇവിടെ ആരൊക്കെ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരായി ഫൈറ്റ് ചെയ്യാനുള്ള കൾട്ടിവേഷനും നിനക്കില്ല. നിൻ്റെ ഈ സ്പിരിറ്റ് സെൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭ്രാന്തായി പോകും എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ തനിക്ക് ചെയ്യാൻ സാധിച്ച ഇക്കാര്യത്തിനാണ് സ്പിരിറ്റ് സെൻസ് എന്ന് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കൾട്ടിവേറ്റേഴ്സിൻ്റെ ലോകത്തെ ഒരു സ്പെഷ്യാലിറ്റി അവൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത്. അത് നന്നായി എൻജോയ് ചെയ്യാൻ തന്നെ അവൾ തീരുമാനിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ തനിക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടി അവിടെ ഇരുന്ന ഒരു ചായക്കപ്പ് അവൾ മാജിക്ക് ഉപയോഗിച്ച് കയ്യിലേക്ക് എടുക്കുന്നു. അങ്ങനെ ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. അടുത്തതായിട്ട് കുറേ ആപ്പിളുകൾ ഒന്നിച്ച് വായിലേക്ക് വരുത്തിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സിമാജിയാവോ അത് തട്ടിക്കളയുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് തടയാൻ പോലും നിനക്കിതുവരെ കഴിവായില്ല എന്ന് ചോദിച്ച് അവളെ കളിയാക്കുന്നുമുണ്ട്. ഞാനിതൊക്കെ പഠിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. എന്തായാലും 500 വർഷങ്ങളായിട്ടുള്ള നിൻ്റെ കൾട്ടിവേഷൻ്റെ അടുത്തെത്താൻ എനിക്ക് പറ്റില്ലല്ലോ. കുറച്ചുകൂടി സമയം തരാൻ അവൾ പറഞ്ഞപ്പോൾ നീ ഇനി ഇതുപോലെ ഒരു 500 വർഷങ്ങൾ കൂടി ട്രൈ ചെയ്താലും എൻ്റെ കൾട്ടിവേഷൻ്റെ അടുത്തെത്താൻ പോകുന്നില്ല എന്നവൻ ഗമയിൽ പറയുന്നു. അവൻ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിലും സ്വഭാവം ശരിക്കും സ്കൂൾ കുട്ടികളുടേതാണ് എന്ന് അവൾ ഉറക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സ്കൂൾ കുട്ടി എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ലെങ്കിലും തന്നെ കുറ്റപ്പെടുത്തി എന്തോ പറഞ്ഞാണെന്ന് അവന് മനസ്സിലാവുന്നു. അവനെ പുകഴ്ത്തി പറഞ്ഞാണെന്ന് പറഞ്ഞ് അവൾ തൽക്കാലം തടി തപ്പുന്നുണ്ട്. അതിനുശേഷം അവൾ വീണ്ടും മാജിക് ഉപയോഗിച്ച് ആപ്പിളുകൾ കഴിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അവൻ തട്ടിക്കളയുന്നു. അവനും ശരിക്കും ഇത് എൻജോയ് ചെയ്യുകയാണ്. പക്ഷേ ഭയങ്കര ഗൗരവം നടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഇരിക്കുകയാണെന്ന് മാത്രം. തീങ്ങാൻ തൽക്കാലം ക്ഷമിച്ച് ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും അവനത് തട്ടി അവളുടെ മുഖത്തേക്കൊക്കെ തെറിപ്പിക്കുന്നു. വലിയ സന്തോഷത്തോടെയാണ് അവനിതൊക്കെ ചെയ്യുന്നത്.